ഓക്കെ. ഇത് ആക്ച്വലി നമ്പർ സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത് 2 റേസ് ടു 18, അത് പവറാണ്. 2 റേസ് ടു 18 -1 ഈസ് ഡിവിസിബിൾ ബൈ താഴെ തന്നിരിക്കുന്ന ഏത് ഓപ്ഷൻ വെച്ചിട്ടാണ് ഈ പറയുന്ന 2 റേസ് ടു 8 -1 ഡിവിസിബിൾ ആകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്മുടെ CHSL 2020 ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമ്മുടെ CHSL, CGL എല്ലാത്തിലും ചോദിച്ചു കാണാറുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പവറിൽ വരുന്ന ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ പൊതുവെ നമുക്കൊരു 3 ഇക്വേഷൻ ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഒന്നാമത്തെ ഇക്വേഷൻ A⁻n -B⁻n. n ഈവൻ ആകുമ്പോൾ ഈ പറയുന്ന നമ്പറിൻ്റെ A-B വെച്ചും അതുപോലെ തന്നെ A+B വെച്ചും ഡിവിസിബിൾ ആയിരിക്കും. അതായത് നിങ്ങളുടെ നമ്പറിനെ A-B ഇൻറ്റു A+B ഇൻറ്റു സംതിങ്, അതായത് എന്തോ ഒരു മൾട്ടിപ്പിൾ എന്ന് വേണമെങ്കിൽ എഴുതാം. സപ്പോസ് ഇത് ഓർത്തിരിക്കാൻ പാടാണെങ്കിൽ നിങ്ങൾ എന്നിൻ്റെ വാല്യൂ 2 വരുമ്പോൾ എന്ത് വരും? A² - B² എന്ന് പറഞ്ഞു വരും. നമുക്കറിയാം A² - B² എന്ന് വെച്ച് കഴിഞ്ഞാൽ A+B ഇൻറ്റു A-B എന്നറിയാം. അതായത് അവിടെ A+Bയും A-Bയും ഇതിൻ്റെ 2 ഫാക്ടേഴ്സാണ്. അങ്ങനെ ഓർത്തിരിക്കാം. രണ്ടാമത്തെ കേസ് A⁻n -B⁻n എന്നിൻ്റെ വാല്യൂ ഓഡാകുമ്പോൾ ഈ പറയുന്ന ഐറ്റം A-B വെച്ച് ഡിവിസിബിൾ ആയിരിക്കും, അല്ലെങ്കിൽ A-B അതിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. ഓക്കെ, നമുക്ക് ഓർത്തിരിക്കാനായിട്ട് നിങ്ങൾ എന്നിൻ്റെ വാല്യൂ 3 എടുത്തേ. എന്നിൻ്റെ വാല്യൂ 3 എടുക്കുമ്പോൾ A³ - B³ എന്ന് പറഞ്ഞു കിട്ടും. A³ - B³ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം A-B ഇൻറ്റു A² പ്ലസ് AB പ്ലസ് B² ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അതായത് A-Bയും എന്തോ ഒരു മൾട്ടിപ്പിൾ അല്ലേ? A-Bയും അപ്പുറത്തൊരു മൾട്ടിപ്പിൾ, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ ഈ പറയുന്ന സാധനം A-B വെച്ച് ഡിവിസിബിൾ ആയിരിക്കും. ഇനി അടുത്തത് A⁻n പ്ലസ് B⁻n. ഈ A⁻n പ്ലസ് B⁻n വരുമ്പോൾ എന്നിൻ്റെ വാല്യൂ ഓഡിന് മാത്രമേ നമുക്ക് ഇക്വേഷൻ ഉള്ളൂ. ഓർത്ത് വെക്കാം, എന്നിൻ്റെ വാല്യൂ ഓഡ് വരുന്ന കേസിന് മാത്രമേ നമുക്ക് ഇക്വേഷൻ ഉള്ളൂ. അത് A+B വെച്ച് ഡിവിസിബിൾ ആയിരിക്കും. അതെന്ത് വെച്ച് ഡിവിസിബിൾ ആയിരിക്കും? A+B വെച്ച്. എങ്ങനെ ഓർത്തിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ A³ പ്ലസ് B³ എടുക്കുക. A³ പ്ലസ് B³ എന്ന് നമുക്ക് എന്തറിയാം? A+B ഇൻറ്റു A² മൈനസ് AB പ്ലസ് B² ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ ആ ഒരു ഐറ്റത്തിൽ നിന്ന് തന്നെ ഈ പറയുന്ന സാധനം A+B വെച്ച് ഡിവിസിബിൾ ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ അത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇവിടെ നോക്കാം, ക്വസ്റ്റ്യനിലോട്ട് വരാം. നമുക്ക് 2 റേസ് ടു 18 -1 ആണ് തന്നിരിക്കുന്നത്. 2 റേസ് ടു 18 -1 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ മൈനസ് വെച്ചിട്ടുള്ള ഇക്വേഷൻ ഏതൊക്കെയാ? ഇതിൽ രണ്ടിലും ഏതെങ്കിലും വെച്ചിട്ടായിരിക്കും നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ A³ പ്ലസ് B³ ആവശ്യം നമുക്ക് ഇല്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇതങ്ങ് മായ്ച്ചു കളയുവാണേ. ഓക്കെ, അതുപോയി. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ 2 റേസ് ടു 18 -1 റേസ് ടു 18 എന്ന് പറഞ്ഞ് എഴുതാം. കാരണം 1ൻ്റെ ഏത് പവർ എടുത്തു കഴിഞ്ഞാലും അത് തന്നെയാണ് വരുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ പറയുന്ന ഐറ്റം A+B വെച്ചും A-B വെച്ചും ഡിവിസിബിൾ ആണെന്ന് നമുക്കറിയാം. കാരണം എന്നിൻ്റെ വാല്യൂ ഇവിടെ ഈവൻ ആണ്. ഈവൻ ആയതുകൊണ്ട് 2+1 A+B 3 വെച്ചും ഡിവിസിബിൾ ആണ്. അതുപോലെ തന്നെ 1 വെച്ചും ഡിവിസിബിൾ ആണ്. നമ്മുടെ നിർഭാഗ്യത്തിന് ഓപ്ഷൻ അതിനകത്ത് അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അടുത്തിനി എന്ത് ചെയ്യും? ഇതിന് വാല്യൂവിൽ ചേഞ്ച് വരാതെ പവർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. അതായത് എനിക്ക് 2 റേസ് ടു 9 എന്ന് എഴുതി കഴിഞ്ഞാൽ 2 റേസ് ടു 18 തന്നെയാണ് വരുന്നത്. കാരണം ഇങ്ങനെ വരുമ്പോൾ എന്തുവാ? 2 ഇൻറ്റു 18 വരാൻ പോകുന്നത് അല്ലേ? അതുപോലെ തന്നെ ഇതിനെ 1 റേസ് ടു 9 എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോഴും വാല്യൂ മാറത്തില്ല. അതായത് പവറിൽ ചേഞ്ച് വരുത്തുക. 2 റേസ് ടു 18 മാറാത്ത രീതിയിൽ പവറിൽ ചേഞ്ച് വരുത്തുക. ഇങ്ങനെ വരുമ്പോൾ എത്ര വരും? 4/9 -1/9 എന്ന് പറഞ്ഞു കിട്ടും. 4/9 -1/9 എന്ന് പറഞ്ഞു കിട്ടും. അതായത് A⁻n -B⁻n. എന്നിൻ്റെ വാല്യൂ ഓഡ് ആകുമ്പോൾ അത് എത്ര വെച്ച് ഡിവിസിബിളാണ്? A-B വെച്ച് ഡിവിസിബിളാണ്. അത് 3 വെച്ച് ഡിവിസിബിളാണ്. 3 അവിടെ ഓൾറെഡി നമുക്കില്ല. ഇനി അപ്പം നമ്മൾ എന്ത് ചെയ്യും? അടുത്തതിലോട്ട് പോകും. അടുത്ത ഞാനിത് ക്യൂബ് ആക്കാൻ പറ്റുമോ നോക്കാം. നോർമലായിട്ട് അങ്ങനെ ചെയ്യുന്നത്, ആദ്യം സെക്കൻഡ് പവർ ആക്കാൻ നോക്കും, സ്ക്വയർ ആക്കാൻ നോക്കും, പിന്നെ ക്യൂബ് ആക്കാൻ നോക്കും, പിന്നെ ഫോർത്ത് പവർ ആക്കാൻ നോക്കും, 5 ആക്കാൻ നോക്കും. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇവിടെ എത്രയാണോ കിടക്കുന്ന ആ നമ്പറിനനുസരിച്ചായിരിക്കും നമ്മൾ ചെയ്യുന്നത്. സപ്പോസ് 20 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് 5ൻ്റെ പവർ ആക്കി എഴുതാം, അല്ലെങ്കിൽ 4ൻ്റെ പവർ ആക്കി എഴുതാം. അത് ഓപ്ഷന്
പവർ അല്ല, ക്വസ്റ്റ്യനിൽ പവർ എത്രയാണോ കിടക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ക്യൂബ് ആക്കി കഴിഞ്ഞാൽ ഇത് 6, ഇത് 1³ എന്ന് എഴുതാം, തെറ്റൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ 8⁻6 മൈനസ് 1⁻6 എന്ന് പറഞ്ഞു കിട്ടത്തില്ലേ? അതായത് ഈ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8+1, 8+1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 9, 9 ഇൻറ്റു 7, കാരണം 9 വെച്ച് ഡിവിസിബിൾ ആണ്, 7 വെച്ച് ഡിവിസിബിൾ ആണ്. 7 എങ്ങനെ വന്നു? 8-1, മറ്റേത് 8+1. ഓക്കെ, ഓപ്ഷൻ എ 7 അവിടെ ആൻസർ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടിയായിരുന്നു, 3 ഒരു ഫാക്ടർ എന്ന് പറഞ്ഞ് കിട്ടിയായിരുന്നു. ആ 3 ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 9 അവിടെ കിടക്കുന്നില്ലേ? 9ൻ്റെ ഒരു മൾട്ടിപ്പിൾ അല്ലേ 3. സത്യം പറഞ്ഞാൽ ആ നമ്പർ 2, 3 വെച്ച് ഡിവിസിബിൾ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എത്രയാ? 7 എന്ന് പറഞ്ഞ് കിട്ടും. ഈ ഒരു ടൈപ്പ് ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. ഇങ്ങനെ ചെയ്താൽ മതി. നമുക്ക് ഈ ഒരു ടൈപ്പ് പല ഇടത്തായിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ പ്രാക്ടീസ് ചെയ്യുക, അത് റെഡിയാക്കുക.